ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിദേശ രാജ്യങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ ലക്ഷക്കണക്കിന് മുയലുകളെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നത്. ഒട്ടനവധി പോഷക ഗുണങ്ങളും നല്ല രുചിയുമുള്ള മുയലുകളുടെ ഇറച്ചിക്ക് ആവശ്യക്കാർ ധാരാളമാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇറച്ചിക്കായി ഇവയെ വളർത്തി ഫാക്ടറികളിൽ എങ്ങനെയാണ് ഇവയുടെ ഇറച്ചി എടുക്കുന്നതെന്ന് ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു. വളരെ വേഗത്തിൽ വളർന്ന് വലുതാകുന്നതും നല്ല രോഗപ്രതിരോധ ശേഷിയുമുള്ള മികച്ച ഇനം മുയലുകളുടെ ബീജം ശേഖരിക്കുന്നു. കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ പെൺമുയലുകളിൽ ഇവ കുത്തിവെക്കുന്നു. വളരെ നീളമുള്ള സൂചികൾ വഴി കൃത്യതയാർന്ന കുത്തിവെപ്പിലൂടെ വളരെ വേഗത്തിൽ പെൺമുയലുകളിൽ ഗർഭധാരണം സാധ്യമാകുന്നു. ബീജസങ്കലനം സാധ്യമായി കഴിഞ്ഞാൽ ഏകദേശം 30 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും പെൺമുയലുകൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി തുടങ്ങും. സാധാരണ രീതിയിൽ ഒരു പെൺമുയലിൻ്റെ ഗർഭധാരണ കാലഘട്ടം എന്ന് പറയുന്നത് 30 ദിവസങ്ങൾ മാത്രമാണ്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി ഇവയെ വളർത്തുന്ന ഫാമുകളിലെ കൂടുകൾക്ക് പ്രത്യേക സജ്ജീകരണം ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ രീതിയിൽ മരത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പൊടികൾ ഉപയോഗിച്ചാണ് ഇവയ്ക്ക് കൂടൊരുക്കുന്നത്. എന്നിരുന്നാലും പ്രസവ കാലഘട്ടത്തിൽ പെൺമുയലുകൾ അവയുടെ രോമങ്ങൾ കൊഴിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക കൂട് തയ്യാറാക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസക്കാലം അവ അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് വളരുന്നത്. ഉണ്ടായി 30 ദിവസം മുതൽ 70 ദിവസം വരെയുള്ള കാലഘട്ടത്തിനു ശേഷം ഇവ മുലപ്പാൽ കുടിക്കുന്നത് നിർത്തുന്നു. ഈ ദിവസങ്ങൾക്ക് ശേഷം അവ നല്ല പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങളും അസംസ്കൃത ഭക്ഷണങ്ങളും കഴിക്കാൻ പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ഇവ ഉണ്ടായിട്ട് ഏകദേശം 70 മുതൽ 100 ദിവസങ്ങൾ വരെ ആയിട്ടുണ്ട്. ഈ സമയങ്ങളിലാണ് ഇവയുടെ വളർച്ചയുടെ പ്രധാന കാലഘട്ടം. ഈ സമയങ്ങളിൽ ഇവ നല്ലപോലെ വലുതായി നല്ലപോലെ മാംസം ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആൺമുയലുകളെയും പെൺമുയലുകളെയും വേർതിരിച്ച് വേറെ വേറെ കൂടുകളിൽ വളർത്തുന്നു. 100 മുതൽ 120 ദിവസം പ്രായമായ വലിയ മുയലുകൾ നല്ലപോലെ ഉരുണ്ട് തടിച്ച് തുടങ്ങും. മുയലുകൾ ഉണ്ടായിട്ട് 120 മുതൽ 130 ദിവസങ്ങൾ എത്തുമ്പോഴേക്കും ഇവ പൂർണ്ണ വളർച്ചയിലെത്തി വിളവെടുപ്പിന് പിടിക്കുവാൻ തുടങ്ങും. നല്ല വലുപ്പമുള്ളതും നല്ല ഭാരമുള്ളതുമായ മുയലുകളെ ഇറച്ചിക്കായി ഇതുപോലെ പിടിച്ചെടുത്ത് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. ഫാക്ടറികളിൽ കൊണ്ടുവരുന്ന മുയലുകളെ ഇതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഹുക്ക് സംവിധാനത്തിൽ തൂക്കിയിടുന്നു. പിന്നീട് ഇത് പല മെഷീനുകളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയുടെ തൊലി നീക്കം ചെയ്ത് പുറത്തു വരുന്നു. ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് മുയലുകളെ വളരെ വേഗത്തിൽ ക്ലീൻ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരിക്കും. തൊലി നീക്കം ചെയ്തു വരുന്ന മുയലിൻ്റെ ഇറച്ചിയുടെ ഉള്ളിൽ നിന്നും ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നു. പിന്നീട് ഈ ഇറച്ചി ആവശ്യാനുസരണം വിവിധ കഷണങ്ങളായും അല്ലാതെ പൂർണ്ണമായും പാക്ക് ചെയ്ത് വിപണികളിലേക്ക് എത്തിക്കുന്നു. ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് മുയലുകളെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിനുള്ള സൗകര്യം ഈ ഫാക്ടറികളിൽ ലഭ്യമാണ്.
ഒരു മുയലിൻ്റെ ദേഹത്തു നിന്നും പൂർണ്ണമായും ഇറച്ചി മാത്രം നീക്കം ചെയ്ത് എല്ലുകളെ വേർതിരിക്കുന്നതിനുള്ള പരിശീലനം ലഭിച്ച പ്രാഗൽഭരായ തൊഴിലാളികളുടെ സേവനവും ഈ ഫാക്ടറിയിൽ ഉണ്ടായിരിക്കും. അവർ വളരെ വേഗത്തിൽ എല്ലുകൾ നീക്കം ചെയ്ത് ഇറച്ചി വേർതിരിച്ചെടുക്കുന്നു. നമ്മുടെ കേരളത്തിലും മുയലിറച്ചി ഉണ്ട് എങ്കിലും ഇത്ര വലിയ രീതിയിലൊന്നും ഇവിടെ കൃഷി ചെയ്ത് മുയലിറച്ചി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇവയ്ക്ക് ധാരാളം ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ മീറ്റിന് വിപണിയിൽ നല്ല വില ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് വ്യാപക രീതിയിലാണ് മുയലിനെ കൃഷി ചെയ്ത് വളർത്തുന്നത്. 100 മുതൽ 130 ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വലുതാവുന്നവയാണ് മുയലുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും വളരെ ലാഭകരമായി ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് മുയൽ വളർത്തൽ. അടച്ചിട്ട വലിയ ഫാമുകളിൽ മാത്രമല്ല മുയലുകളെ വളർത്തുന്നത്. കുറച്ച് കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്ക് അധികം ചിലവൊന്നുമില്ലാതെ വളർത്താൻ പറ്റാവുന്ന ഒരു ഫാം കൂടിയാണ് ഈ മുയൽ വളർത്തൽ. കാരണം ഇവ ധാരാളം പുല്ലുകളും പച്ചക്കറികളും എല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെ ചിലവ് വളരെ അധികം കുറച്ച് നമുക്ക് ഈ ഫാമുകളിൽ ഇവയെ വളർത്താവുന്നതാണ്. ചുറ്റും നെറ്റ് അടിച്ച ശേഷം ഇതുപോലുള്ള പുല്ലുള്ള സ്ഥലങ്ങളിൽ തുറന്നുവിട്ട് ഇവയെ വളരെ വേഗത്തിൽ വളർത്തി വലുതാക്കാവുന്നതേ ഉള്ളൂ. പല നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള മയിലുകൾ ഇതുപോലെ മുറ്റത്തും പറമ്പിലൂടെയെല്ലാം ഓടിക്കളിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കർഷകർക്ക് മികച്ച രീതിയിൽ ലാഭം കിട്ടുന്ന നല്ലൊരു വരുമാന മാർഗം കൂടിയായിരിക്കും ഈ മുയൽ വളർത്തൽ. അടച്ചിട്ട ഫാമുകളിലാണ് മുയലുകളെ വളർത്തുന്നതെങ്കിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളാൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ഫാമുകളിൽ വളർത്തുന്നതാണ് നല്ലത്. വിദേശ രാജ്യങ്ങളിലെ കൂടുകൾ തന്നെ നോക്കൂ. അവയ്ക്ക് വെള്ളം കുടിക്കുന്നതിനും കയറി കിടക്കുന്നതിനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നതിനും നല്ല വായു ലഭ്യമാകുന്നതിനും വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഈ ഫാമുകളിലെ കൂടുകളിൽ ഉണ്ടായിരിക്കും. മുയലുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.